ആദ്യം മട്ടന്നൂരിൽ നിന്ന് വിട്ടു, സദനത്തിൽ വന്നു, അവിടുന്ന് കോഴ്സൊക്കെ കഴിഞ്ഞു. പിന്നീടാണ് ഈ ഗുരുനാഥൻ്റെ പട്ടാത്ത് ശങ്കരമാരാർ എന്ന അദ്ദേഹത്തിൻ്റെ കീഴിൽ വീട്ടിൽ പോയിട്ട് ഞാനൊരൊറ്റ വിദ്യാർത്ഥിയേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഒരു കട്ടിലുണ്ട്, അതിൽ കിടക്കും. ആദ്യം എണ്ണങ്ങൾ ഒരു 5-8 ദിവസം കൊണ്ട് ആ പഠിക്കാനുള്ള എണ്ണങ്ങൾ മുഴുവൻ എനിക്ക് മനസ്സിൽ കൃത്യമായി ഞാൻ പഠിച്ചു. കാരണം കൃത്യമായി ഈ ഒരു തായമ്പയുടെ കഥകളിച്ചണ്ടയുടെ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എനിക്കുള്ളത് കൊണ്ട് ഇടക്ക് കൊട്ടിൻ്റെ എണ്ണങ്ങളൊക്കെ പഠിക്കാൻ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് അത് കയ്യെത്താന്ന് പറഞ്ഞിട്ടൊരു മരക്കട്ടയുണ്ട്, അതിലാണ് ഇടക്ക് കൊട്ടിൻ്റെ ചെണ്ടകൊട്ടിൽ പുളിമുട്ടിയും കല്ലും ഉപയോഗിച്ച് തുടങ്ങുന്നതിന് പകരം ഇടയ്ക്കൊക്കെ തുടങ്ങുന്നത് അതിന് കയ്യെത്താന്നാണ് പറയാം. ഒരു ചെറിയൊരു മരക്കഷ്ണം, പിന്നെ കോലുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണ് കൊട്ടി ശീലിക്കേണ്ടത്. ആദ്യം ഒരു മാസത്തോളം അങ്ങനെയായി. പിന്നീട് ഇടയ്ക്കയിലേക്ക് മാറി. അത് തക്കട തരികിട, അതിന് പല വായ്ത്താരികളുണ്ട്. അങ്ങനെ അതിലേക്ക് മാറിയ സമയത്ത് പിന്നീട് ഇദ്ദേഹം ഒരു കട്ടിലിൽ കിടക്കും, നേരെ താഴെ ഒരു പായ ഇട്ടിട്ടാണ് ഞാൻ കിടക്കുക. ഒരു ഉറക്കം കഴിഞ്ഞാൽ ഏകദേശം ചില സമയത്ത് ഒരു 12-1 മണിക്കൊക്കെ എന്നെ വിളിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ക എന്നുള്ള അക്ഷരം അറിയില്ല. അപ്പോൾ ശങ്കരൻകുട്ടിയെന്ന് വിളിക്കുക, ചക്കരക്കുട്ടിയെന്നേ വിളിക്കുള്ളൂ. ഒരു 12-1 മണിക്ക് സമയത്തായാൽ ചക്കരക്കുട്ടി എഴുന്നേറ്റോളൂ, തിരുവായ്ക്ക് എതിർവായി ഇല്ല എന്ന് പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ അക്ഷരം പ്രതി അനുസരിക്കാനുള്ള ശീലം മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് നിർവഹിക്കുക. അങ്ങനെ ഒരു 12-1 മണിക്കൊക്കെ എഴുന്നേറ്റ് തുടങ്ങിക്കോളൂ പറയും. തുടങ്ങിയാൽ 6 മണി വരെയാണ് ഞാനവിടെ നിന്നിട്ട് ഈ ഇടക്കയിൽ കൊട്ടണം. ഇദ്ദേഹം ആ കട്ടിൽ കിടക്കുകയുള്ളൂ. ഈ ഇടക്ക കൊട്ടെന്ന് പറഞ്ഞാൽ ഇടക്ക എന്ന് പറഞ്ഞ ഉപകരണം സപ്തസ്വരം വരുന്ന ഒരു ഉപകരണമാണ് ഇടക്ക. അപ്പോൾ അത് കൃത്യമായിട്ട് മേലോട്ട് കഴിഞ്ഞാൽ ഷഡ്ജം, പഞ്ചമം, മേൽഷഡ്ജം അങ്ങനെ വരും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഇടത്തെ കയ്യിലാണ് കൃത്യമായിട്ടുള്ള അതിൻ്റെ ശബ്ദത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. ഇടയ്ക്ക് 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കൂടി അങ്ങനെ താഴും. അപ്പോൾ കൃത്യമായ ശബ്ദം, അല്ലാണ്ട് അവശബ്ദം എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടാവുന്ന, ഇത്ര താഴ്ത്തണോ ഉടനെ ചോദ്യമാണ്. ആ നേരെ വരേണ്ട ശബ്ദം വന്നാൽ പോരെ. ഇങ്ങനെ സത്യം പറഞ്ഞാൽ എല്ലാറ്റിനും ഭേദം ഇതൊന്നുമില്ലാത്ത നടക്കാനുള്ള തോന്നൽ മനസ്സിലുണ്ടായി. പക്ഷേ ഇത് നിർവഹിക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ കൃത്യമായിട്ട് ചക്കരക്കുട്ടിയെന്ന് വിളിച്ചിട്ട്, അദ്ദേഹം മരിക്കുന്നവരങ്ങനെ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു ശിഷ്യനായിട്ട് കൂടെ കൂടി. പിന്നീടാണ് മറ്റൊരു മാറ്റങ്ങൾ വരുന്നത്. ഈ സ്ഥാപനത്തിൽ കൊട്ടുണ്ട്, വൈകുന്നേരം വരെയുണ്ട് ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടിയന്തരം, എനിക്ക് മട്ടന്നൂരെ അടിയന്തരം ഇപ്പോഴും ഉണ്ട്, അടിയന്തരം ജോലി ചെയ്യുന്നത് എൻ്റെ അനുജനാണ്. അതുമാതിരി അദ്ദേഹത്തിന് ഉള്ള അടിയന്തര സ്ഥലമായിരുന്നു തൃശ്ശൂർ തിരുവമ്പാടി ക്ഷേത്രം. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ഇതൊക്കെ കഴിഞ്ഞ്, അപ്പോഴേ കളരി ഇതൊക്കെ വിട്ട് കുറച്ച് പുറത്തേക്കൊക്കെ പോകാമെന്നുള്ളൊരു സംഭവമൊക്കെ വന്നു തുടങ്ങി പരിപാടികൾക്ക്. ഈ ഗുരുനാഥൻ്റെ കൂടെ അല്പം ചില പരിപാടികൾക്കൊക്കെ എന്നെ കൊണ്ടുപോയി. ആ സമയത്ത് ഞാൻ സെക്രട്ടറിയോട് പറയുകയും ചെയ്തു, ഇങ്ങനെ ഗുരുനാഥൻ്റെ കൂടെ പരിപാടിക്ക് പോകാൻ അദ്ദേഹം വിളിക്കുന്നുണ്ട്, അത് പോയിക്കോട്ടെ. അതൊക്കെ എവിടെ പോയാലും തൻ്റെ കാര്യങ്ങൾ കൃത്യമായി നടക്കുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം. അതാണ് ഉണ്ടാവേണ്ടത്. അത് നല്ല രീതിയിൽ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് അത് കൊണ്ട് നടക്കുക. അത് എവിടെ പോയാലും അങ്ങനെ ചെയ്യണം. അതിനു വേണ്ടി എവിടെ പോകുന്നതിനും യാതൊരു പ്രശ്നങ്ങളുമില്ലയെന്ന് സെക്രട്ടറിയുടെ അനുവാദം കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. അങ്ങനെയാണ് ഇദ്ദേഹം എന്നെ തിരുവമ്പാടിയിൽ അടിയന്തരക്കാരനായിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൃത്യമായിട്ട് ചെന്ന ആ കൊല്ലം മുതൽ തൃശ്ശൂർ പൂരത്തിന് പഞ്ചവാദ്യം ഇടയ്ക്കയും മേളത്തിന് ചെണ്ടയും ചെന്ന വർഷം മുതൽ തുടങ്ങി. മൊത്തം അവിടെ 30 വർഷം മറ്റ് ഗുരുനാഥന്മാരുടെ കീഴിലും 6 വർഷം എൻ്റെ പ്രമാണത്തിലും തിരുവമ്പാടി മേളം നടത്തിയിട്ടുണ്ട്. അത് പിന്നീടുള്ളൊരു കഥ. ചെന്ന വർഷം തന്നെ എന്നെ സംബന്ധിച്ച് ചെരുപ്പൊന്നും ഇട്ടിട്ട് കൊട്ടാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസം. ഭഗവാന്റെ മുമ്പിലാവുമ്പോൾ ചെരുപ്പൊന്നും ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ പാടില്ല എന്നൊരു ധാരണ എനിക്ക് അന്നുണ്ടായിരുന്നു. പൂരത്തിന് ഇവിടുന്ന് എഴുന്നള്ളിച്ച് പോയി
ആ ദിവസം അവിടെ ചെന്ന് രാവിലെ എഴുന്നേൽച്ച് കഴിഞ്ഞാൽ പിന്നീടാണ് മഠത്തിൽ വരവ്. തൃശ്ശൂർ പൂരം അറിയുന്നവർക്ക് അതൊക്കെ അറിയാം. ഇത് പഞ്ചവാദ്യത്തിനടക്ക രാവിലെ 7 മണിക്ക് ഇവിടുന്ന് എഴുന്നള്ളിച്ച് പോയാൽ മഠത്തിൽ എഴുന്നള്ളിച്ച് വെച്ച് ഭക്ഷണം കഴിക്കണം. 10 മണിക്ക് ഊണ് കഴിക്കണം. 10:30 മഠത്തിൽ വരവിനുള്ള പഞ്ചവാദ്യം തുടങ്ങുന്ന സ്ഥലത്ത് തുടങ്ങുന്ന സ്ഥലത്തൊരു പാണി കൊട്ടുക പറഞ്ഞിട്ടൊരു സമ്പ്രദായമുണ്ട്. അത് മുതൽ ഞാൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ പഞ്ചവാദ്യം 10:30 മണിക്ക് പഞ്ചവാദ്യം തുടങ്ങും. പഞ്ചവാദ്യം കഴിയുമ്പോൾ 2:45. 3 മണിക്ക് അവിടുന്ന് മേളം തുടങ്ങും. 3 മണി ഈ പഞ്ചവാദ്യത്തിൻ്റെ ഇടയ്ക്ക് CMS ഹൈസ്കൂളിൽ ഒരു അടുത്ത് തന്നെ അവിടെ കൊണ്ടുവച്ച് ഉടനെ തന്നെ ചെണ്ടയും എടുത്ത് മേളത്തിന് ഇവിടെ എത്തുകയും വേണം. ഗുരുനാഥൻ്റെ അങ്ങനെയാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. എത്തി വൈകുന്നേരം 5:30 മണി വരെ 5 മണി വരെ പകലത്തെ മേളം. അത് കഴിഞ്ഞിട്ടാണ് പലവർക്കും അറിയാം കുടമാറ്റം എന്ന ചടങ്ങൊക്കെ നടക്കുന്നത്. ഈ 5 മണി കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി കുളിച്ച് വിശ്രമിച്ച് രാത്രി വീണ്ടും 10:30 മണിക്ക് പഞ്ചവാദ്യത്തിന് വീണ്ടും എത്തണം. ഇങ്ങനെ ഒരു 5-8 കൊല്ലം കഴിഞ്ഞപ്പോൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഈ ഗുരുനാഥൻ ഈ ലോകത്തു നിന്ന് വിടവാങ്ങിയാൽ വളരെയധികം സന്തോഷമാണ് ഞാൻ മനസ്സിൽ വിചാരിച്ച ആളാണ്. കാരണം അദ്ദേഹത്തോട് എനിക്കത് പറ്റില്ല എന്ന് പറയാനുള്ള ആത്മബലമില്ല. അതാണ് എൻ്റെ സത്യം. ആ ഒരു കാലം അപ്പോൾ അതിങ്ങനെ എനിക്കത് സാധ്യമല്ലാണ്ട്, ശരീരം കൊണ്ടത് സാധ്യമല്ലാണ്ട്, ഈ വെയിലും ചൂടും ഇതൊക്കെ സഹിച്ചിട്ട് ഈ ജോലി മുഴുവൻ പഞ്ചവാദ്യത്തിനും വേണം, മേളത്തിനും വേണം. ഇത് മതിയേ എനിക്ക്. അപ്പോൾ ഗുരുനാഥനോട് എതിർത്ത് പറയാൻ പറ്റാത്തിടത്തോളം ഇത് ചെയ്യേ നിർവാഹമുള്ളൂ. അപ്പോൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, ഈ ഗുരുനാഥൻ എത്രയും പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി പോകണമെന്ന് വരെ പ്രാർത്ഥിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ആ ഒരു അനുഗ്രഹം അന്നത്തെ കാലത്ത്, ഈ കാലം മാറുന്നതിന് മുമ്പുള്ളൊരു വിഷയമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള അനുസരണം, സത്യസന്ധമായ കൊണ്ട് നടപ്പ്, ഇതൊക്കെ അവരിൽ കൂടി നമ്മൾ ശീലിക്കുകയാണ്. പിന്നെ ആ കാലത്തുള്ള വാദ്യരംഗത്തുള്ള മഹാരഥന്മാരോടൊപ്പമാണ് എനിക്ക് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയത്. സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ നടക്കും എന്നതിൻ്റെ ഉത്തമ തെളിവായിരുന്നത്. അങ്ങനെ കുറേ വർഷങ്ങൾ, ഏകദേശം 8-10 വർഷം ഗുരുനാഥൻ്റെ കൂടെ എല്ലാ ജോലികളും കഴിഞ്ഞു ഗുരുനാഥൻ നമ്മളെ വിട്ടു പോയി. ഈ 8 വർഷം ഗുരുനാഥൻ്റെ ഒപ്പം ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും താമസം അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നില്ല. പരിപാടികൾക്ക് വിളിക്കും, അല്ലാത്ത സമയത്ത് തിരുവമ്പാടിയിൽ പോയി അമ്പലത്തിൽ പോയി താമസിക്കാം, സദനത്തിൽ വന്ന് താമസിക്കാം. മട്ടന്നൂർ പോയിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് ഗുരുനാഥൻ പോയതിന് ശേഷം മട്ടന്നൂർ പഞ്ചവാദ്യ സംഘം എന്നൊരു സ്ഥാപനം 1973 അത് തുടങ്ങിയത്. അതിന് കാരണം ആ കാലത്ത് കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളായ, ഇപ്പോൾ കാസർഗോഡ് ജില്ല വന്നു, അന്ന് കണ്ണൂർ ജില്ല മാത്രമേ ഉള്ളൂ. കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തൊക്കെ കൃത്യമായി, ഞാൻ ഈ തൃശ്ശൂർ പൂരത്തിന് പഞ്ചവാദ്യത്തിനൊക്കെ പങ്കെടുത്തതിന് ശേഷം നമ്മുടെ വടക്കേ മലബാറിലും ഇത്തരം ചില വാദ്യങ്ങൾ ന്യായമായിട്ടും കൃത്യമായിട്ടും ഉള്ള, ഇന്ന് തൃശ്ശൂർ പൂരത്തിനൊക്കെ കൊട്ടുന്ന രീതിയിലുള്ള ഒരു പഞ്ചവാദ്യമോ മേളമോ വടക്കേ മലബാറിൽ ഉണ്ടായിരുന്നില്ല അന്ന് ആ കാലത്ത്. അപ്പോൾ എൻ്റെ കൂടെ അമ്മാവൻ്റെ മകൻ സദനൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ മദ്ദളം, അദ്ദേഹം ഞാനും ഒരുമിച്ച് തന്നെയാണ് അന്ന് നടക്കുക. മട്ടന്നൂർ താമസിക്കും, സദനത്തിൽ താമസിക്കാം, തൃശ്ശൂർ താമസിക്കാം. അങ്ങനെ വന്നപ്പോൾ മട്ടന്നൂരിൽ, കണ്ണൂർ ജില്ലയിലുള്ള കുറച്ച് ചെറുപ്പക്കാരെ വെച്ചിട്ട് തൃശ്ശൂർ മാതിരിയുള്ള സ്ഥലത്ത് നടക്കുന്ന പഞ്ചവാദ്യം, മേളം, തായമ്പക, ഇതൊക്കെ വടക്കേ മലബാറിലും ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ചു. 1973 സദനൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹവും ഞാനും ചേർന്ന് കണ്ണൂർ ജില്ലയിലുള്ള ചെറുപ്പക്കാരെ, ഇപ്പോഴത്തെ കാസർഗോഡ് ജില്ലയിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു അന്ന്, ഇവരെല്ലാം ചേർത്തിട്ട് കണ്ണൂർ ജില്ലാ പഞ്ചവാദ്യ പരിശീലന ക്യാമ്പ് എന്ന രീതിയിൽ മട്ടന്നൂർ ആസ്ഥാനമാക്കിയിട്ട് ഒരു പഠനം, ഒരു 3 മാസത്തെ പഠനം, പഞ്ചവാദ്യ പഠനം. അത് തിമല പഠിപ്പിച്ചിരുന്നത് പല്ലാവൂർ മണിയന്മാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ തിമല പഠിച്ചവിടെ. അന്ന് മദ്ദളം പഠിപ്പിച്ചിരുന്നത് ഇന്നത്തെ മഹാരഥൻ ചെർപ്പുളശ്ശേരി ശിവൻ.
കൊമ്പ് പഠിപ്പിച്ചിരുന്നത് മംഗലം ഗോവിന്ദൻ നായർന്നുകൊണ്ട് ലക്കിടി അടുത്ത് പാലക്കാട് ജില്ലയിൽ തന്നെ. ഇവർ മട്ടന്നൂർ വന്ന് 3 മാസം താമസിച്ച് അങ്ങനെയാണ് ഈ പഞ്ചവാദ്യ സംഘം ഉണ്ടാകുന്നത്. മട്ടന്നൂർ പഞ്ചവാദ്യ സംഘം എന്നാണ് അത് പിന്നീട് പേര് മാറി വന്നത്. യഥാർത്ഥത്തിൽ തുടങ്ങിയത് കണ്ണൂർ ജില്ലാ പഞ്ചവാദ്യ പരിശീലന ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ക്യാമ്പ് അരങ്ങേറ്റം കഴിഞ്ഞു. അന്നൊക്കെ വീട്ടിൽ അമ്മയാണ് എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ പഠിക്കുന്ന 10-15 കുട്ടികൾക്കും അധ്യാപകർക്കും അവർക്കൊക്കെ ഭക്ഷണം എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. അത് മുഴുവൻ ഉണ്ടാക്കി കൊടുത്തത് അമ്മയായിരുന്നു. അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അച്ഛൻ ജീവിച്ചിരിപ്പില്ല. അങ്ങനെ തുടങ്ങിയതാണ് മട്ടന്നൂർ പഞ്ചവാദ്യ സംഘം. അത് തുടങ്ങാനുള്ള കാരണം ഒന്ന്, തൃശ്ശൂർ ഈ തെക്കേ മലബാറിലുള്ള മാതിരിയുള്ള വാദ്യം, അതായത് കൃത്യമായ ചട്ടക്കൂടിലുള്ള ഒരു വാദ്യം അത് നമ്മുടെ നാട്ടിലും ഉണ്ടായി തീരണം എന്നുള്ളൊരു മോഹത്തിലാണ് അത് തുടങ്ങിയത്. മറ്റൊരു കാരണം KM രാജ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം അന്ന് മാതൃഭൂമിയിൽ വന്നിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ ഇത്തരം പഠനങ്ങൾ വേണ്ടതാണ്, അതിനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ഈ പത്രത്തിൽ വന്ന വാർത്തയായിരുന്നു അങ്ങനെ മട്ടന്നൂർ പഞ്ചവാദ്യ സംഘം ഉണ്ടാക്കാനുള്ളൊരു പ്രചോദനം. അപ്പോൾ ഈ ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടി 3 മാസം അവിടെ കൃത്യമായ ക്ലാസ്സുകൾ നടന്നു. മട്ടന്നൂർ പഞ്ചവാദ്യ സംഘം കൃത്യമായി ഉണ്ടായി. അതിന് ആ സംഘം വെച്ചിട്ടുള്ള നിരവധി യാത്രകൾ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ, എടുത്തു പറയുന്ന സ്ഥലം ഗുജറാത്തിലും, അവിടെയൊക്കെ ആ കാലത്ത് അയ്യപ്പൻ വിളക്ക് നടന്നിരുന്നു. അപ്പോൾ ആ അയ്യപ്പൻ വിളക്കിന് പഞ്ചവാദ്യം തായമ്പക ഇത് നടത്താൻ വേണ്ടി ഒരുപാട് ഈ സംഘമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പഞ്ചവാദ്യ സംഘത്തിലുള്ള യാത്ര പോയപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ചെണ്ട കൊട്ടിയിട്ടും തിമല കൊട്ടിയിട്ടും വലിയ വാദ്യ വിഷയം കൊണ്ട് ഇനിയും അന്നൊന്നൊരു കുടുംബമായിട്ടില്ല. ഈ 73-74 കാലത്തൊന്നും വിവാഹം കഴിച്ചിട്ടില്ല. എൻ്റെ വിവാഹം നടന്നത് 77-ലാണ്. അതിനു മുമ്പ് തന്നെ ഇതൊക്കെ കൊണ്ട് നടക്കുമ്പോഴും ഒരു വാദ്യം കൊണ്ട് എങ്ങനെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും, പ്രത്യേകിച്ചൊരു കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഈ ഒരു ചിന്ത അന്നും ഉണ്ടായിരുന്നു. വെറും വാദ്യം മാത്രം പോരാ എന്നൊരു ചിന്ത, ഇതിൽ തന്നെ ഉറച്ച് നിൽക്കണോ. അപ്പോൾ അതിൽ തന്നെ ഉറച്ച് നിൽക്കാനുള്ളൊരു പ്രചോദനം ബറോഡയിലൊരു തായമ്പ കൂട്ടിയപ്പോൾ എനിക്കുണ്ടായി. പഞ്ചവാദ്യം തിമല കഴിഞ്ഞു, തായമ്പക തുടങ്ങി. തായമ്പക തുടങ്ങിയപ്പോൾ എൻ്റെ മുന്നിൽ ഒരു ആചാന ബാഹു എന്ന് തന്നെ പറയാം, അങ്ങനെ ഒരു മനുഷ്യൻ വന്ന് ഇതേമാതിരി നിന്നു എൻ്റെ നേരെ മുന്നിൽ. അദ്ദേഹം കാഴ്ചയിൽ തന്നെ തോന്നും പിന്നെ ഇതൊരു വലിയൊരു മഹാത്മാവാണ് ആ കാഴ്ചയിൽ തന്നെ. അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ നിന്നതാണ്. ഏകദേശം ഒരു 2.25 മണിക്കൂറെങ്കിലും ഞാനന്ന് തായമ്പ് കൂട്ടിയിരുന്നു. ഒന്നാമത് ചെറുപ്പകാലം, ഉത്സാഹം, പിന്നെ ഇത്തരം ആൾക്കാർ കേൾക്കാനൊക്കെ ഏതൊരു മഹാരഥനാണല്ലോ. അദ്ദേഹം വന്നപ്പോൾ എനിക്കൊന്നും കൂടി സന്തോഷമായി. തായമ്പ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം സാഷ്ടാംഗ പ്രണാമമാണ് എൻ്റെ കാലിന്. തിരിച്ചങ്ങോട്ടും ഞാൻ നമസ്കരിച്ചു. അപ്പം ഭാഷ ഹിന്ദി ആയതുകൊണ്ട് ഒന്നും അറിയില്ല അന്ന്. അപ്പോൾ കൂടുതൽ കമ്മിറ്റിക്കാരൊക്കെ വന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങളൊക്കെയാണ് ഈ ലോകത്തിലെ ദൈവം, അതിൽപ്പെട്ട ആൾ നിങ്ങളുടെ മാതിരിയുള്ള ആൾക്കാരാണ്. ഞങ്ങളൊക്കെ കാണുന്ന ദൈവങ്ങളായിട്ടാണ് നിങ്ങളൊക്കെ തോന്നുന്നത്. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇതൊരു വലിയ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണെന്ന് അദ്ദേഹം പറയുന്നത്. ഇത് എനിക്ക് പറഞ്ഞു തരുന്നത് ഇതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു വിഷയം, ഇതുകൊണ്ട് കൊട്ടുകൊണ്ട് എന്തായാലും ഇത്തരം ആൾക്കാരെ മനസ്സിൽ നമുക്ക് ചേക്കേറാൻ പറ്റും. അതുകൊണ്ട് കൊട്ട് തന്നെ ആയിക്കോട്ടെ, തുടർച്ചയായിട്ടുള്ള ഇനി ജീവിതത്തിലെ എല്ലാ കാലത്തും ഇത് കൊണ്ട് നടക്കാം എന്നൊരു പ്രചോദനം അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ എനിക്ക് കിട്ടുകയും ചെയ്തു. അത് ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു സംഭവമായിട്ട് ഞാനത് അന്നും ഇന്നും എന്നും ഓർമ്മകളിൽ അത് വരും.
അതാണ് എൻ്റെ കൊട്ട് തന്നെ തുടരാം എന്ന ഒരു ശക്തി അദ്ദേഹം പറഞ്ഞതിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അതൊരു വലിയ അനുഭവമായിരുന്നു. പിന്നെ ഗുജറാത്ത് യാത്രകളുടെ രസം എന്ന് പറഞ്ഞാൽ ആദ്യം അഹമ്മദാബാദിലും ബറോഡയിലും മാത്രം 2 പരിപാടി, അടുത്ത വർഷം അത് 3 മാറി, പിന്നെ 4 13 പരിപാടികൾ കൃത്യമായിട്ട് നടന്നിരുന്നു. ബോംബെയുടെ ഗുജറാത്തിൻ്റെ ബോർഡർ വാപി എന്ന് പറഞ്ഞ സ്ഥലം മുതൽ വാപി, അങ്കലേശ്വർ, സൂറത്ത്, ബറോഡ, രാജ്കോട്ട്, പോർബന്ദർ, വെരാവൽ, ഇങ്ങനെ ഗുജറാത്ത് മുഴുവൻ നടന്നിട്ട് ഏകദേശം ഒരു 13 വർഷം സ്ഥിരമായിട്ട് ഞാൻ പോയിരുന്നു. അന്നൊക്കെ പറഞ്ഞാൽ കൊട്ടുന്നത് വളരെ എളുപ്പമാണെന്ന് കാണുന്നതും കേൾക്കുന്നവർക്കും തോന്നിയിട്ടുണ്ടെങ്കിലും ആ സമയത്തൊക്കെ തിമല കൊട്ട് പറഞ്ഞാൽ 2 കയ്യിൽ ഇതൊക്കെ വിണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ പാടത്ത് വെള്ളം ഇല്ലാത്ത പാടം വേനൽക്കാലത്ത് വിണ്ട് കീറുന്നത് മാതിരിയും അതുമാതിരിയാണ് കൈ നിറയെ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട് വേണം കൊട്ടാൻ. തണുപ്പും ഉണ്ടാവും, അസാധ്യ തണുപ്പുള്ള കാലമാണ്. അങ്ങനെ 13 പരിപാടികൾ സ്ഥിരമായിട്ട് ഒരു 5-6 കൊല്ലം നടത്തിയിരുന്നു, 13 സ്ഥലങ്ങളിൽ. അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഇത് കൃത്യമായിട്ട് സമ്പാദ്യം വേണമെങ്കിൽ ഇത് ചെയ്യാതെ നിവൃത്തിയില്ല. ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച് 13 പരിപാടിയും കിട്ടിക്കഴിഞ്ഞാൽ അവിടേക്ക് കിടക്കാൻ തരുന്നതും പുതക്കാൻ തരുന്നതും രജായി എന്ന് പറഞ്ഞിട്ട് രണ്ടും കിടക്കമാതിരിയാണ് തോന്നാറ്. ഈ 13 പരിപാടികൾ കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എല്ലാ പരിപാടിയും രാത്രി ഒരു 5-8 കിടക്ക നിരത്തി വിരിച്ച് അതിൽ മലക്കം പറഞ്ഞ ഒരു 3 മലക്കെങ്കിലും മറിയും ഞാൻ പ്രാർത്ഥിച്ച് അതും കൂടി ചെയ്തൊരാളാണ്. ഇതൊക്കെ ഒരു രസകരമായ അനുഭവമാണ്. അത് ഒരുപാട് വർഷം അങ്ങനെ ഉണ്ടായി. പിന്നെ അത് നിർത്തി. ഇപ്പോഴൊന്നും അത് തീരെ ഇല്ല. ആ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഒരു 19 വയസ്സ് 20 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഏതായാലും കൊട്ടിൽ തന്നെ ഉറച്ച് നിൽക്കുക എന്നുള്ളൊരു പ്രചോദനം അദ്ദേഹം മിലിറ്ററിയിൽ ഏറ്റവും വലിയൊരു ഓഫീസറായിരുന്നു എന്നാണ് പിന്നീട് അവർ പറഞ്ഞത്. വർഷങ്ങൾ കഴിഞ്ഞു. 23 വയസ്സ് ആയ സമയത്താണ് എൻ്റെ ഒരു വിവാഹം നടക്കുന്നത്. ഈ വിവാഹം ഭാര്യ വീട് മലപ്പുറം ജില്ലയിൽ താനൂർ കേരളാധീശ്വരപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു കൃഷ്ണക്ഷേത്രമുണ്ട്. അതിനോട് ചേർന്നിട്ടുള്ള വടക്കേ മാരാത്ത് എന്ന വീടാണ് എൻ്റെ ഭാര്യയുടെ വീടിൻ്റെ പേര്. ആ ഒരു കാലത്ത് 77 വിവാഹം എന്നാണ് എൻ്റെ ഓർമ്മ. ഈ 1977 ഇന്നത്തെ മാതിരി മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. കുട്ടിയെ നോക്കാൻ പോലും പാടില്ല എന്നൊക്കെയുള്ളൊരു കാലമാണ്. അപ്പോൾ ഈ കുട്ടി ഞാൻ ആ കാലത്ത് സ്ഥിരമായിട്ട് ഉത്സവത്തിന് പങ്കെടുക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരൂർ തൃക്കണ്ടിയൂർ ക്ഷേത്രം. എഴുത്തച്ഛൻ്റെ ഒക്കെ അടുത്തുള്ള ക്ഷേത്രമെന്നാണ് പറയുന്നത്. അവിടെ എല്ലാ വർഷവും ഉത്സവത്തിന് കൊട്ടാൻ പോയിരുന്നു ഞാൻ. ഇനിയൊരു വിവാഹ കഥയാണ് പറയുന്നത്. അവിടുത്തെ അടിയന്തരക്കാരൻ തൃക്കണ്ടിയൂർ നാരായണമാരാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ ഈ സദനത്തിലെ കോഴ്സും ഇതൊക്കെ കഴിഞ്ഞ് കൃത്യമായിട്ട് പിന്നെ കണ്ടാലും സുമുഖനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് സ്വയം അത് തോന്നാറുണ്ട് കേട്ടോ, അന്നും ഇന്നും. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് എൻ്റെ താമസം. കാരണം നന്നായിട്ട് കൊട്ടുന്ന കുട്ടിയാണ്. ആ ഒരു സ്നേഹം, അതുകൊണ്ട് വീട്ടിൽ തന്നെ താമസിച്ചാണ്. ആ വീട്ടിലാണ് താമസം. ഏകദേശം ഒരാഴ്ചക്കാലം അവിടെ താമസം ഉണ്ടാവും. അപ്പോൾ എൻ്റെ സഹധർമ്മിണി ഇദ്ദേഹത്തിൻ്റെ മരുമകളുടെ മകളും കൂടിയാണ്. അപ്പം ഞാനവിടെ പോകുമ്പോൾ ഈ കുട്ടി മലപ്പുറം ജില്ലയിൽ അവളുടെ പേര് ഭാരതി എന്നാണ്. ഈ ഭാരതി എന്ന് പറഞ്ഞാൽ അവൾ 7ാം ക്ലാസ്സിലാണ് അന്ന് പഠിക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടുകാർ ഈ ശങ്കരൻ കുട്ടീനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നൊരു മോഹം അവർ പറഞ്ഞു. ഞാൻ ഒട്ടും അത് കണക്കാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ താമസം കാണും. ആ കുട്ടി അന്ന് 7ാം ക്ലാസ് പഠിക്കുകയാണ്. അന്നേരമാണ് ഇത് തുടങ്ങിയത്. എൻ്റെ മനസ്സിൽ ഒട്ടും പതിഞ്ഞിട്ടുമില്ല. അത് കാരണം ഈ കുട്ടീനൊന്നും എനിക്കൊന്നും കല്യാണം കഴിച്ച് തരുന്ന എനിക്കൊട്ടും വിശ്വാസമില്ലാത്തതിൻ്റെ കാരണം കുട്ടിയുടെ ഭാര്യയുടെ ആവുന്നതിന് മുമ്പേ അവിടെ അച്ഛനും അമ്മയും സ്കൂൾ മാഷന്മാരാണ്. അപ്പോൾ ഞാനൊരു സാധാരണ ചെണ്ടകൊട്ടുകാരനേ ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു ചെണ്ടകൊട്ടുകാരനെ ഈ മാഷന്മാരുടെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു കാര്യം ജാതിയിലൊക്കെ ഒന്നിച്ചാണെങ്കിലും
അതൊന്നും എൻ്റെ പ്രതീക്ഷയിലേ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. ആ 7ാം ക്ലാസ് പോയി. അങ്ങനെ അടുത്ത കൊല്ലം വന്ന് കുട്ടി 8ാം ക്ലാസ്സിലായി. അപ്പോൾ അവരത് വിടുന്നില്ല. ഇത് ശങ്കരൻകുട്ടിക്ക് എൻ്റെ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോഴും എൻ്റെ മനസ്സിൽ വല്ലാണ്ട് ഓടിയില്ല. അടുത്ത കൊല്ലം ഈ കുട്ടി 9ാം ക്ലാസ്സിലായി. അപ്പം എൻ്റെ മനസ്സിൽ തോന്നി കാര്യം തിരക്കേടൊന്നുമില്ല. കാരണം ഇത്രയും കൊല്ലം ഞാനിവിടെ വന്ന് കൊട്ടിയിട്ട് ഇവരെ മനസ്സ് ഇപ്പോഴും മാറാത്തൊരു രീതിയിലാകുമ്പോൾ തിരക്കേടൊന്നുമില്ല എന്നെനിക്കും തോന്നി. എങ്കിലും അത് ചോദിക്കാനോ പറയാനോ എന്നുള്ള ധൈര്യം അന്നുണ്ടായിരുന്നില്ല. അടുത്ത കൊല്ലം കുട്ടി 10ാം ക്ലാസ്സിലായി. അപ്പോൾ ഇവർ പറഞ്ഞു എന്തായാലും കൊടുക്കണം. അപ്പോൾ ഞാൻ അവളോട് സ്വകാര്യമായിട്ട് ഇവരെ മുമ്പ് തന്നെ ചോദിച്ചു, ഇങ്ങനെ വിവാഹം കഴിക്കാൻ താല്പര്യം അവർക്കുണ്ട്, കുട്ടിക്കത് താല്പര്യമുണ്ട്. എനിക്ക് താല്പര്യമാണ്, താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷെ 2 കാര്യങ്ങൾ ഇത് ലോകം കേൾക്കണം. 2 വിഷയങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല ഈ ജീവിതത്തിൽ. അപ്പോൾ ഈ കിട്ടുന്നുള്ള ചില മോഹങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. പറഞ്ഞ ആ വിഷയം ഞാൻ ചെയ്യില്ല. ഒന്ന്, ഞാൻ ഉള്ള സ്ഥലത്ത് നമ്മൾ ഒരുമിച്ചുള്ള സ്ഥലത്ത് മത്സ്യമാംസാദികൾ കൊണ്ടുവന്നിട്ട് കഴിക്കാൻ പാടില്ല, ഉണ്ടാക്കിയിട്ടും കഴിക്കാൻ പാടില്ല. ഭാര്യ ഇപ്പോഴും വെളുത്തുള്ളി പോലും ഉപയോഗിക്കില്ല കേട്ടോ. അപ്പോൾ ഇതൊരു പ്രശ്നമല്ല, ഇത് ഒഴിവാക്കിയാൽ കിട്ടും. ഞാൻ പറഞ്ഞു 100% എന്നെ വിശ്വസിക്കാം. മത്സ്യമാംസാദികൾ നമ്മളുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ടോ ഉണ്ടാക്കിയിട്ടോ കഴിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞു അടുത്തത് എന്താണ്? അടുത്തത് ഞാനുള്ള സ്ഥലത്ത് പശുവിനെ വളർത്താൻ പാടില്ല. അതെനിക്ക് മനസ്സിലായതുമില്ല. ഞാൻ പറഞ്ഞു ആദ്യത്തെ മനസ്സിലായി. ഈ ഞാനുള്ള സ്ഥലത്ത് പശുവിനെ വളർത്താൻ പാടില്ല എന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഈ കലാകാരന്മാരൊക്കെ ആയാലേ ഈ 365 ദിവസമാണ് ഒരു കൊല്ലത്തിനുള്ളത്. 364 ദിവസവും പരിപാടി കൊണ്ട് പുറത്തോടെങ്കിലും പോവുകയും ചെയ്യും. പശു ഉണ്ടെങ്കിൽ പിന്നെ ഒഴിഞ്ഞുള്ള ആ ഒരു ദിവസവും പോലും നമുക്ക് പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അത് രണ്ടും ചെയ്യരുത്. വേറെ ഒരു കുഴപ്പവും എനിക്കില്ല. ഈ 2 കാര്യമില്ലേ കൊണ്ട് ഈ ജീവിതം മുഴുവൻ അത് ഉറപ്പിച്ചോളൂ, അത് ചെയ്യില്ല. ഇന്നും എൻ്റെ വീട്ടിൽ പശുവില്ല. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് മത്സ്യമാംസാദികൾ കൊണ്ടുപോയിട്ടും ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടുമില്ല. അങ്ങനെയാണ് വിവാഹം നടക്കുന്നത്. അതൊരു രസകരമായ അങ്ങനെ ആ സമയത്ത് ഞാൻ ഇത് ഗ്യാരണ്ടി ആണെങ്കിലും ഇവളന്ന് 10ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു, എൻ്റെ ഭാര്യയാവാൻ പോകുന്ന ഈ ഭാരതി 10ാം ക്ലാസ് തോറ്റു പോണേ. അഥവാ ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അച്ഛനമ്മമാരെ കുട്ടീനെ കോളേജിലോ മറ്റോ പറഞ്ഞേക്കും. അപ്പോൾ എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പുണ്ട്. എന്തായാലും എൻ്റെ പ്രാർത്ഥനയാണ് ഭഗവാൻ കേട്ടത്. 10ാം ക്ലാസ് അവൾ തോറ്റു. ഒട്ടും താമസിയാതെ 18ാമത്തെ വയസ്സിൽ വിവാഹവും നടന്നു. അങ്ങനെയാണ് വിവാഹത്തിൻ്റെ കഥ. ഇപ്പോൾ ഡൽഹിയിൽ ലക്ഷ്മി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിനൊരു സ്ഥലമുണ്ട്, ഒരു ടെൻറ്റും. ആ ടെൻറ്റിലാണ് താമസം. അന്ന് ആ പൈപ്പ് അടിക്കുന്ന പൈപ്പ് ഇതൊക്കെ ആയിട്ടൊരു സാധാരണ ജീവിതം. അപ്പോൾ അവിടുന്ന് വിസ കിട്ടാൻ ഇദ്ദേഹം രാവിലെ പോവും, ഒരു വലിയ പെട്ടിയൊക്കെ തൂക്കി പോവും. ഞങ്ങളെല്ലാം ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ താമസം, കയറുകെട്ടിലും ഇതൊക്കെ ഉണ്ട്. വൈകുന്നേരമായി ഇദ്ദേഹം വരും, വിസ കിട്ടിയില്ല. പിറ്റേ ദിവസം ആദ്യം അങ്ങനെ ഒരു 8 ദിവസം കഴിഞ്ഞു. അപ്പോഴേക്കും എൻ്റെ മനസ്സിന് ചില ദുഃഖം വരാൻ തുടങ്ങി. ഇത് വിസ കിട്ടാനാവുമോ?